ഹലോ എവ്രി വൺ, ബോയിൽഡ് കോൺ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബാലൻസ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ ബോയിൽഡ് കോൺ എന്ന് പറയുന്നത്. ഇതിനകത്ത് എല്ലാ ന്യൂട്രിയൻസും ഉണ്ട്. കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസ്, വിറ്റമിൻസ്, മിനറൽസ് എല്ലാം നന്നായിട്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ ബോയിൽഡ് കോൺ എന്ന് പറയുന്നത്. ഉണ്ടാക്കാൻ ഈസിയാണ് എങ്കിലും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കിത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ പറ്റുകയുള്ളൂ. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. കോൺ മാർക്കറ്റിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം, അതിൻ്റെ ഔട്ടർ കവറിങ് ഒക്കെ ഇച്ചിരി പച്ച നിറത്തിലുള്ളതായിരിക്കണം വാങ്ങിക്കുന്നത്. അധികം ഉണങ്ങിപ്പോയത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ കോണിന് ഒരു സ്വീറ്റ്നെസ്സും കാണത്തില്ല നമ്മൾ ബോയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന്. അപ്പം കുറച്ച് പച്ച നിറം ഉള്ള ഫ്രഷ് ആയിട്ടുള്ള കോൺ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം അതിൻ്റെ ഔട്ടർ കവറിങ് നമുക്ക് മാറ്റി കൊടുക്കാം. നമ്മളിവിടെ എല്ലാ കോണിൻ്റെയും അതിൻ്റെ ഔട്ടർ കവറിങ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോയിൽ ചെയ്തെടുക്കണം. അതിന്ന് കുക്കറിലാണ് നമ്മൾ ബോയിൽ ചെയ്യുന്നത്. അതിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ഇട്ട് അതിലേക്ക് നമ്മുടെ കോൺ ഇട്ട് കൊടുക്കുക. ചെറിയ പീസസ് ആയിട്ടോ അതിനകത്ത് കൊള്ളുന്ന പോലെ എങ്ങനെയാണോ ഈസി ആയിട്ടുള്ളത് അങ്ങനെ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നിടം വരെയാണ് നമുക്കിത് ബോയിൽ ചെയ്യേണ്ടത്. ഒരുപാട് നേരം ബോയിൽ ചെയ്യേണ്ട കാര്യമില്ല, ഒരു വിസിൽ തന്നെ ധാരാളം മതിയാകുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്കത് തണുക്കാൻ വെച്ചിട്ട് ഉടൻ തന്നെ നമുക്ക് അതിനകത്ത് നിന്ന് കോൺ എടുത്ത് മാറ്റണം. ഒരുപാട് നേരം ഇത് വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമുണ്ടാകും. അത് നമുക്കൊരു കിഴിത്ത പാത്രത്തിലോട്ട് മാറ്റി വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കാം. ഇനി ഇത് കഴിക്കാനായിട്ട് ഇതിൽ കുറച്ച് നമുക്ക് ലെമൺ ജ്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടി സ്പൈസി ആക്കാനായിട്ട് വേണമെങ്കിൽ റെഡ് ചില്ലി പൗഡറോ കുരുമുളക് പൊടിയോ അതും കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കുറച്ച് ചുവന്ന മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവ് കൂടി പോവും, ഫ്ലേവർ മാത്രം മതി എന്നാണെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ സ്പ്രിങ്കിൾ ചെയ്താലും മതിയാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കഴിക്കാവുന്നതാണ്. നമ്മൾ ഇതിൻ്റെ അല്ലി അടർത്തിയെടുത്തിട്ട് ഒരു കോൺ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി നോക്കുക. മയണീസൊക്കെ ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇപ്പോൾ ഇത് കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നന്നായിട്ട് ലെമൺ ജ്യൂസും കൂടെ ആകുമ്പം സ്വീറ്റും സോറും സ്പൈസിയും ഒക്കെ ആകുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും. കഴിച്ച് നോക്കട്ടെ. വളരെ നന്നായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ സിമ്പിൾ ബോയിൽഡ് കോൺ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് ഇനിയും കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് വയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ വേറെ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും ക്ഷേമമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.